സർ, ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മിക്കവരും ഉണ്ടെന്ന് പറയും. പക്ഷേ തുക ചോദിച്ചാലോ 3 ലക്ഷം 5 ലക്ഷം. ഒരു മേജർ സർജറിയോ അല്ലെങ്കിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചികിത്സയോ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ 5 ലക്ഷം 2 ദിവസം കൊണ്ട് തീരുമെന്നാണ് സത്യം. ഇപ്പം ഞങ്ങളൊരു കസ്റ്റമർ, അപ്പോൾ അദ്ദേഹത്തിന് 5 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ വഴി നിക്ഷേപിക്കാൻ തുടങ്ങിയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പലതവണ ഞങ്ങൾ പറഞ്ഞു, സാർ ഇത് പോരാ, സാറിനെ സംബന്ധിച്ച് വലിയ സമ്മർഷോട് എടുത്തു വെക്കണമെന്ന്. പക്ഷെ ഇത് പറഞ്ഞ സമയത്തൊന്നും ഇദ്ദേഹം ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഇദ്ദേഹം അങ്ങനെ പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ലങ്സിൽ ഒരു ഹോൾ വന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് ചെന്ന് കഴിഞ്ഞപ്പോഴും ടോട്ടൽ 88 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന് ചിലവായത്. ബാക്കി തുകയ്ക്ക് വേണ്ടി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന എല്ലാ നിക്ഷേപവും ഇദ്ദേഹം പിൻവലിച്ചു എന്നത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ വീട് പണയം വെക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എത്ര കവറേജ് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മാക്സിമം എത്ര അഫോർഡബിൾ ആയിട്ട് എത്ര വരെ കവറേജ് എടുക്കാൻ പറ്റുമോ അത്രത്തോളം കവറേജ് എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, മെഡിക്കൽ ഇൻഫ്ലേഷൻ വളരെ ഹൈ ആണ്. കാരണം അടുത്തൊരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷമെങ്കിലും മുന്നിൽ കണ്ടിട്ട് നമുക്ക് ഒരു കവറേജ് എടുത്തു വെക്കുന്നത് നല്ലതാണ്. കാരണം മേജറായിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഈ പറഞ്ഞ വ്യക്തിക്ക് ഇനി ഇദ്ദേഹത്തിൻ്റെ സമ്മർഷോട് 5 ഇദ്ദേഹത്തിന് വേണമെങ്കിൽ 50 ലക്ഷമോ 1 കോടിയോ 2 കോടിയോ 5 കോടിയൊക്കെ ആക്കാൻ ഇദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇദ്ദേഹത്തിന് നടക്കില്ല. അപ്പം നമുക്ക് മാക്സിമം നമ്മൾ എടുത്തു വെക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് ഈ ആൾക്കാർ വലിയ സമ്മർഷോട് എടുക്കാൻ മടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമ്മർഷോട് കൂടുന്നതിനനുസരിച്ച് പ്രീമിയം അതനുസരിച്ച് കൂടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഒരു 40 വയസ്സുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഇപ്പൊ 2 മക്കളുണ്ട് എന്ന് വിചാരിച്ചോ. ആ കുടുംബത്തിന് ഇപ്പൊ ഒരു 5 ലക്ഷം രൂപയുടെ കവറേജ് എടുക്കണമെങ്കിൽ ഏകദേശം ഒരു 15,000 രൂപ പ്രീമിയം അടക്കേണ്ടി വരും. എന്നാൽ ഇദ്ദേഹത്തിന് അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 കോടി രൂപ കവറേജ് എടുക്കണമെങ്കിൽ അപ്പൊ എത്ര പ്രീമിയം അടക്കേണ്ടി വരും? 15,000 × 20, അതായത് 3 ലക്ഷം രൂപ അടക്കേണ്ടി വരും എന്നാണ് സാധാരണ എല്ലാവരും ചിന്തിക്കുന്നത്. എന്നാൽ ഇതേ സെയിം വ്യക്തിക്ക് തന്നെ 3 കോടി രൂപയുടെ കവറേജ് എടുക്കണമെങ്കിൽ ഇദ്ദേഹം അടക്കേണ്ടി വരുന്ന പ്രീമിയം ഏകദേശം ഒരു 10-35,000 രൂപയാണ്. എന്തുകൊണ്ട് ഇത്ര പ്രീമിയം കുറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആദ്യത്തെ 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ഒക്കെ ക്ലെയിം ചെയ്യാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. എന്നാൽ അതിന് മേലുള്ള എമൗണ്ട് ക്ലെയിം വരാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സമ്മർഷോട് എടുക്കുന്നതോറും അതിന് പ്രീമിയം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം എത്ര അഫോർഡബിൾ ആണോ അത്രത്തോളം കവറേജ് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും.